പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ സംഭവഗതികളെ സംബന്ധിച്ചാണ്. ഇവിടെ RSS എന്ന പോലെ, ഹിന്ദുത്വ ശക്തികൾ എന്ന പോലെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ സംഘങ്ങൾ, വേട്ട സംഘങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തുന്ന വേട്ടയുടെ കൂടെ പശ്ചാത്തലത്തിലാണ് നമ്മുടേതടക്കമുള്ള രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലെ സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ അയൽരാജ്യമാണ്. ബംഗ്ലാദേശ് വിമോചന പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴത്തെ സംഭവങ്ങൾ അവിടെ വലിയ സംഘർഷങ്ങളും കലാപ നീക്കങ്ങളുമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സംഭവങ്ങൾക്ക് പിറകിൽ പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ ഭൂമേഖലയിലാകെ സാമ്രാജ്യത്വത്തിൻ്റെ ഡീസ്റ്റെബിലൈസേഷൻ, അസ്ഥിരീകരണ പ്രക്രിയക്ക് ആവശ്യമായ രീതിയിൽ അനുരണനങ്ങൾ, ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ സംഭവഗതികൾ. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ. ഇതിനെയെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ ഡോൺ പോലുള്ള ദേശീയ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തെ തുടർന്നുള്ള ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നുവെന്നാണ്. ഹസീന സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നയിച്ച ഇൻക്വിലാബ് മോർച്ച, അതൊരു വിദ്യാർത്ഥി മുന്നണിയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി, അയാൾ അജ്ഞാതരായ ചില ആളുകളാൽ കൊല്ലപ്പെടുകയാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ ബംഗ്ലാദേശിലെ സംഘർഷങ്ങൾക്ക്, കലാപങ്ങൾക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ ഡിസംബർ മാസം 12-നാണ് ബാരിസൽ സ്വദേശിയായ ഈ 32-കാരനായ വിദ്യാർത്ഥി നേതാവിനെ, യുവനേതാവിനെ മോട്ടോർ സൈക്കിളിൽ എത്തിയ ഒരു അജ്ഞാത സംഘം വെടിവെച്ചിട്ടത്. സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ഡിസംബർ 18-നാണ് ഈ ഉസ്മാൻ ഹാദി മരണമടയുന്നത്. അദ്ദേഹം, ഉസ്മാൻ ഹാദി പ്രതിദാനം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും അതേപോലെ തന്നെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കും ഉസ്മാൻ ഹാദിയുടെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന സംശയം ബംഗ്ലാദേശിനകത്തും പുറത്തും ഉയർന്നു വന്നിരിക്കുക. അവാമി ലീഗ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിലും, അതായത് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അട്ടിമറിക്കുന്നതിലും പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും US സാമ്രാജ്യത്വത്തിനും CAAക്കും പങ്കുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ കയ്യിലെടുക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി പദ്ധതിയിട്ടത്. ബംഗ്ലാദേശ് വിമോചന സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും ഇസ്ലാമിക രാഷ്ട്രവാദമുയർത്തി മുജീബ് റഹ്മാനെതിരായ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിനെതിരായ വലിയ കലാപങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. മുജീബ് റഹ്മാൻ്റെ വിമോചന സമരത്തിന് പിന്തുണ നൽകിയ ഇന്ത്യയുടെ നിലപാടിനെയും അക്കാലത്തെ ജമാഅത്തെ ഇസ്ലാമി കടുത്ത നിലയിൽ വിമർശിച്ചിരുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് വിമോചന സമരത്തിന് പിന്തുണ നൽകിയ സാഹചര്യത്തിലാണ് അമേരിക്കൻ പിന്തുണയോടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ആരംഭിച്ചത്. 7 കപ്പൽപ്പട വരെ ഇങ്ങോട്ടേക്ക് അയക്കും എന്നായിരുന്നു ഭീഷണി. ഇന്ത്യയെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെയും പെൻറ്റഗണിൻ്റെയും നീക്കങ്ങളെ ആരാണെന്ന് തടഞ്ഞത്? സോവിയറ്റ് യൂണിയൻ്റെ ശക്തമായ ഇടപെടലുകളായിരുന്നു. ബംഗ്ലാദേശ് രൂപീകരണത്തെയും അതിന് പിന്തുണ നൽകിയ ഇന്ത്യൻ നിലപാടിനെയും അമേരിക്കയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ജമാഅത്തെ ഇസ്ലാമിയും അതിനിശ്ചിതമായി തന്നെ എതിർത്തിരുന്നു. കിഴക്കൻ ബംഗാളിൻ്റെ വിമോചനത്തെ ഈ കക്ഷികൾ എതിർത്തുന്നു. കിഴക്കൻ ബംഗാളിനെതിരായ വംശീയമായ കൂട്ടക്കൊലകൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി അഴിച്ചുവിട്ടിരുന്നു.
ചുരുക്കി പറഞ്ഞാൽ അവാമി ലീഗിൻ്റെ മതനിരപേക്ഷ നിലപാടുകളോടും ഇന്ത്യയോടും എക്കാലത്തും കടുത്ത എതിർപ്പ് കാണിച്ച ചരിത്രമാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉള്ളത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. ഹാദിയുടെ വധത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതനിരപേക്ഷതയോടുള്ള എതിർപ്പുകളിൽ നിന്ന് ഉയരുന്നതാണ്. സെക്കുലറിസത്തോടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഖാലിദ സിയ ഇപ്പോൾ മരണപ്പെട്ടു. അവർ മതനിരപേക്ഷ സെക്കുലർ രാഷ്ട്രത്തിനെതിരായി ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയത്തെ പിന്തുണച്ചവരാണ്. മതരാഷ്ട്രവാദികളെ ഉപയോഗപ്പെടുത്തി ദക്ഷിണേഷ്യയിലെ അമേരിക്കയുടെ അസ്ഥിരീകരണ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CIA എക്കാലത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഉസ്മാൻ ഹാദി പ്രതിനിധീകരിക്കുന്ന ഇൻകുലാബ് മോൻജോ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിദ്യാർത്ഥി മുന്നണി തന്നെയാണ്, അവരുടെ ഒരു കവർ സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം തന്നെയാണ് ഉസ്മാൻ ഹാദി മറ്റൊരു രൂപത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ലോകത്താകെ ശക്തിപ്പെടുന്ന വംശീയ ദേശീയതയുടേതായ തീവ്ര വലതുപക്ഷ ആശയമാണ് ഇൻകുലാബ് മോൻജോവിൻ്റേത്. അത് അത്യന്തം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും സെക്കുലർ വിരുദ്ധവുമാണ്. അസീനിയെ തൂക്കിലേറ്റണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തിയത്. ഡൽഹിയോ ധാക്കയോ, ധാക്ക എന്ന ഇന്ത്യ വിരുദ്ധത പടർത്തുന്ന മുദ്രാവാക്യമാണ് ബംഗ്ലാദേശ് ജനങ്ങൾക്കിടയിൽ ഹാദി തുടർച്ചയായി എത്തിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ എന്ന് പറഞ്ഞാൽ ഹസീന ഗവൺമെൻറ്റിനോടും സെക്കുലറിസത്തോടുമുള്ള എതിർപ്പാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര അജണ്ടയെ മറച്ചു പിടിച്ച് അവതരിപ്പിക്കുകയാണ് ഇൻകുലാബ് മോൻജോ ചെയ്തത്. ഹസീന സർക്കാരിൻ്റെ അഴിമതിയിലും ജനാധിപത്യ വിരുദ്ധ നടപടികളിലും പ്രതിഷേധമുള്ള വലിയ വിഭാഗം ജനങ്ങളെ ഇൻകുലാബ് മോൻജോക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്ത്യയിലെ UPA സർക്കാരിൻ്റെ അഴിമതിയിലും ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധമുള്ളവരെ സ്വാധീനിച്ചിട്ടാണ് RSS നയിക്കുന്ന മോഡി സർക്കാർ 2014 മുതൽ ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേപോലെ തന്നെയാണ് അവാമി സർക്കാരിനോട് എതിർപ്പുള്ള ജനങ്ങളെ ഇൻകുലാബ് മോൻജോ എന്ന അതിൻ്റെ പ്രക്ഷോഭങ്ങളിലൂടെ, ആ സംഘടന അതിൻ്റെ പ്രക്ഷോഭങ്ങളുടെ തങ്ങളുടെ സ്വാധീനത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ വിഭാഗത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഭീകരമായ പ്രചരണങ്ങളും സമുദായ ധ്രുവീകരണം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധാക്രമണങ്ങളുമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളും അഗ്നിക്കിരയാക്കപ്പെടുകയാണ്. ഈ പത്രങ്ങളെല്ലാം മത തീവ്രവാദത്തെ എതിർക്കുകയും സെക്കുലർ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദികളെ, മതരാഷ്ട്രവാദികളെ പ്രകോപിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് വിമോചകനായ മുജീർ റഹ്മാൻ്റെ വീട് പോലും ആക്രമിച്ച് നശിപ്പിച്ച് ബംഗ്ലാദേശ് വിമോചന ചരിത്രത്തെയും മതനിരപേക്ഷതയുടെ എല്ലാ ആശയ പ്രചാരണ മാധ്യമങ്ങളെയും ഇല്ലാതാക്കുക എന്ന അജണ്ടയോടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഈ നീക്കങ്ങൾ, ഈ കളികളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാലിസിയ നേതൃത്വം കൊടുക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ജനപിന്തുണയെ, ഗാലിസിയ ഇപ്പോൾ മരണപ്പെട്ടു, ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് എത്തിക്കുക എന്ന രാഷ്ട്രീയ അജണ്ടയും ഇപ്പോഴത്തെ കലാപങ്ങൾക്കും ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഉന്മാദം പടർത്തുന്ന നീക്കങ്ങൾക്കും പിറകിലുണ്ടെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ബംഗ്ലാദേശിനെക്കുറിച്ച് പഠിക്കുന്ന പല സാമൂഹ്യശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BBC ബംഗ്ലാ വിഭാഗം മേധാവിയായിരുന്ന സബീർ മുസ്തഫ, അദ്ദേഹം ദി വയറിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കങ്ങളുടെ രാഷ്ട്രീയ അന്തർഗതങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ RSS ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാദിയുടെ വധത്തെ, ഉസ്മാൻ ഹാദിയുടെ വധത്തെ തുടർന്നുള്ള സംഭവഗതികൾ രൂക്ഷമായ വർഗീയവൽക്കരണത്തിലേക്കും ഇന്ത്യാവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വിരുദ്ധതയും കത്തിച്ചു വിടുന്നതിലും അത് വളരെ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഹസീന സർക്കാരിനെതിരായുള്ള ജനവികാരത്തെ ഉപയോഗപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ഇൻകുലാബ് മോൻജോ എന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തി
കലാപങ്ങളും സംഘർഷങ്ങളും അവിടെ വളർത്തിയെടുത്തത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ഹസീന സർക്കാർ നിലംപതിച്ചത്. ഇൻകുലാബ് മോൻജോ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണെന്ന വസ്തുത നേരത്തെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചവരോട് പല ലിബറലുകളും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച അന്തർദേശീയ മാധ്യമങ്ങളും ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അത്ര വലിയ ഒരു ഘടകമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഇൻകുലാബി മോൻജോവിൻ്റെ പിറകിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന വിമർശനം നേരിട്ടത് ജമാഅത്ത് ഇസ്ലാമി പരിഗണനീയമായ ഒരു ഘടകമല്ല ബംഗ്ലാദേശിൽ, ഇത് ഹസീന സർക്കാരിൻ്റെ അഴിമതിക്കും ജനാധിപത്യ വിരുദ്ധതയ്ക്ക് സ്വച്ഛാവിരുദ്ധരായിട്ടുള്ള പ്രതികരണമായി കണ്ടാൽ മതി എന്നാണ് പലരും പറഞ്ഞത്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ ഉയർന്നു വന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ പുതിയ തലമുറ നേതൃത്വം നൽകുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ് വരുമെന്നാണ് അക്കൂട്ടർ അങ്ങനെയുള്ള പലരും പ്രതീക്ഷിച്ചത്, കരുതിയത്. എന്നാൽ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും ഹസീന സർക്കാരിൻ്റെ പതനവുമെല്ലാം ദക്ഷിണേഷ്യയിലെ CIA സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു, ആ രീതിയിലുള്ള അട്ടിമറിയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവഗതികൾ നമ്മളെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്നത്. അവാമി ലീഗിനെ നിയമപരമായി നിരോധിച്ചിട്ടില്ലെന്നും അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നുമാണ് മുഹമ്മദ് യൂനസ് നേതൃത്വം നൽകുന്ന സർക്കാരിനെ പിന്തുണക്കുന്ന പലരും ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവാമി ലീഗിന് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുമതിയില്ല. അപ്പോൾ ഇതില്ലാത്ത ആളുകൾ നിരോധിക്കപ്പെട്ട സംഘടനക്ക് തുല്യ. ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് സമൂഹത്തെ ലാകെ തീ കൊടുത്തു വിട്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാണ്. ന്യൂനപക്ഷ വിരുദ്ധത പേടിപ്പിക്കുന്ന തരത്തിൽ, ഭയജനകമായ തരത്തിൽ ആൾക്കൂട്ട ആക്രമണങ്ങളായി മാറിയിരിക്കുകയാണ്. നിരോധിത അവാമി ലീഗിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനെന്ന പേരിൽ മതന്യൂനപക്ഷങ്ങളുടെയും സെക്കുലർ ജീവിതം നയിക്കുന്നവരുടെയും വീടുകളിൽ ഈ ആൾക്കൂട്ട വേട്ട സംഘങ്ങൾ കയറിയിറങ്ങുകയാണ്. ഇവിടെ VHPക്കാർ, ബജറംഗ് ദളുകാരൊക്കെ ചെയ്യുന്ന പണി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു മതനിന്ദ ആരോപിച്ച് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ഒരു മധ്യവയസ്കനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത് ബംഗ്ലാദേശ് സമൂഹത്തിൽ ജമാഅത്ത് ഇസ്ലാമി സൃഷ്ടിച്ച ന്യൂനപക്ഷ വിരുദ്ധതയുടെയും സെക്കുലർ വിരുദ്ധതയുടെയും അവസ്ഥയാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധമായ ഉന്മാദം പിടിപെട്ടവരാണ് അവിടെ ഈ ആൾക്കൂട്ട വേട്ട സംഘങ്ങളായി മാറിയിരിക്കുന്നത്. ഇന്ത്യയിലെ ബജ്രംഗ് ദൾ, ശ്രീരാമസേന, ഹനുമാൻ സേന തുടങ്ങിയ ഹിന്ദുത്വ ഭീകര സംഘങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇത്തരം ഭീകര സംഘങ്ങൾ അഴിഞ്ഞാടുന്നത്. മതവിശ്വാസത്തെ വർഗീയതയിലേക്ക് വഴിമാറ്റുകയും ന്യൂനപക്ഷ വിരുദ്ധതയുടെ വിദ്വേഷാഗ്നി പടർത്തുകയുമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. ഇതിന് സമാനമായ സംഭവങ്ങൾ 2021 ദുർഗാപൂജ സമയത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. ദുർഗാപൂജയുടെ ഒരു ചടങ്ങിൽ ഹനുമാൻ വിഗ്രഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ ഖുർആൻ വെച്ചിരിക്കുന്നു, അങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വ്യാജ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾക്ക് തീവ്ര വർഗീയ സംഘങ്ങൾ തുടക്കം കുറിക്കുകയായിരുന്നു. അന്ന് ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയും കലാപകാരികളായ വർഗീയ ഭീകര സംഘങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. എന്നിട്ടും ബംഗ്ലാദേശിലെ ആ സംഭവങ്ങൾ അതിർത്തി രാജ്യമായ ഇന്ത്യയിൽ ഭയജനകമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ആ സമയത്ത് ത്രിപുരയിൽ മാത്രം 10ഓളം പള്ളികളാണ് തീയിട്ടത്. പശ്ചിമ ബംഗാളിലും മുസ്ലിം പള്ളികൾക്ക്, വീടുകൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ ആൾക്കൂട്ട കൊലപാതകങ്ങളും ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്കെതിരായ ആക്രമണങ്ങളും പതിവ് പരിപാടിയാക്കിയിരിക്കുകയാണ്. അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കുന്നതും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നതും ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ബംഗ്ലാദേശിൽ ഇടതുപക്ഷമാണ് ന്യൂനപക്ഷ വേട്ടക്കെതിരായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്, പ്രതിരോധം തീർക്കുന്നത്. കേരളത്തിൽ RSSൻ്റെ മറുപുറം കളിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ന്യൂനപക്ഷ തീവ്രവർഗീയ സംഘങ്ങളും CPMനെ മുസ്ലിം വിരുദ്ധ പാർട്ടിയാക്കാനുള്ള ഗൂഢാലോചനപരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസം CPMകാർ പള്ളിക്കെറിയുന്നേ, ആക്രമിക്കുന്നേ എന്ന് അലമുറയിട്ട് വിളിച്ചു പറയുന്ന വ്യാജമായി ഉണ്ടാക്കിയ ഒരു വീഡിയോ വാട്സപ്പുകളിലൂടെ പ്രചാരണം നടത്തിയത്. ഇങ്ങനെ
ലീഗ് പോലൊരു പാർട്ടിയെപ്പോലും ഉപയോഗിച്ച് വർഗീയ തീവ്രവാദികൾ എത്ര ഭീകരമായ രീതിയിലാണ് CPM-നെതിരായി ന്യൂനപക്ഷങ്ങളെ തിരിച്ചുവിടാൻ നീക്കങ്ങൾ നടത്തുന്നുവെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം. പക്ഷേ മുസ്ലിം സമൂഹവും അവിടുത്തെ പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും ഈ വ്യാജപ്രചരണത്തിനെതിരായി രംഗത്ത് വരികയും ഇത്തരം പ്രചരണങ്ങളിലൂടെ നാടിൻ്റെ സമാധാനത്തെ തകർക്കരുതെന്ന് മുസ്ലിം ലീഗിനെയും അവർക്ക് വിറവിൽ കളിക്കുന്ന തീവ്രവർഗീയവാദികളെയും താക്കീത് ചെയ്യുകയും ചെയ്തു. പള്ളിക്കമ്മിറ്റിയുടെ ഈ ഇടപെടൽ അത്യന്തം ശ്ലാഘനീയവും കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും മൈത്രിയെയും കാക്കാനുള്ള ജാഗ്രതായ ഇടപെടലുമായിട്ട് തന്നെ നമ്മൾ കാണണം. പക്ഷേ UDF നേതൃത്വത്തോടും മുസ്ലിം ലീഗിനോടും നാടിനെ തീ കൊടുക്കാനായി അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ വ്യാജപ്രചരണം നടത്തിയതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഗൗരവാവഹമായ ഒരു ചോദ്യവും ചോദിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് എന്താണ് കാണിക്കുന്നത്? മതനിരപേക്ഷ സാമൂഹികനെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും തകർക്കുകയും അവരിൽ അവിശ്വാസമുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ സംഘടിതമായി പ്രചണ്ഡമായി നടത്തുകയും ചെയ്യുകയെന്ന വർഗീയവാദികളുടെ അജണ്ടയെ മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ജനാധിപത്യ സമൂഹം ഒന്നിച്ച് തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത്തരം വർഗീയ സംഘങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കേരളത്തിൽ മണ്ണൊരുക്കി കൊടുക്കുന്ന കൊട്ടേഷൻ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഉസ്മാൻ ഹാദിയുടെ വധം സംഘർഷങ്ങളും കലാപങ്ങളും പടർത്തുന്നതിലേക്ക് എത്തിക്കുന്നതിന് പിറകിൽ കൃത്യമായ സാമ്രാജ്യത്വ വർഗീയ അജണ്ടയുണ്ട്. ഈ ഉസ്മാൻ ഹാദി അത്യന്തം ഇന്ത്യാവിരുദ്ധനും പാകിസ്ഥാൻ വിധേയനുമായ ജമാഅത്തെ ഇസ്ലാമി പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്നാണ് ബംഗ്ലാദേശിലെ സെക്കുലർ രാഷ്ട്രീയ ശക്തികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലും ബംഗ്ലാദേശ് പിടിച്ചെടുക്കണം എന്ന ഭ്രാന്തൻ നിലപാടുള്ള അങ്ങനെ പ്രസംഗിക്കുന്ന മതദേശീയ വികാരം ഇളക്കിവിട്ട ആളാണ് ഈ ഉസ്മാൻ ഹാദി. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ഇളക്കിവിട്ട് വോട്ടർമാരുടെ വർഗീയമായ ഏകീകരണം ഉണ്ടാക്കാനാണ് ഉസ്മാൻ ഹാദിയുടെ വധത്തെ തുടർന്നുള്ള സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതാണ് അവിടുത്തെ സെക്കുലർ ലെഫ്റ്റ് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ആഗോള മാധ്യമ ശൃംഖല, മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആഗോള മാധ്യമ ശൃംഖലകളും പാശ്ചാത്യ മാധ്യമങ്ങളും ഒരുപോലെ ഹാദിയുടെ ശവസംസ്കാര ചടങ്ങിലുണ്ടായ വമ്പിച്ച ജനക്കൂട്ടത്തെ വിസ്മയകരമായ സംഭവമായിട്ടൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാസിം നസ്രുൽ ഇസ്ലാം മുസോളിയത്തിന് സമീപമാണ് അദ്ദേഹത്തിൻ്റെ ഉസ്മാൻ ഹാദിയുടെ ഖബർ ഒരുക്കിയത്. അതൊക്കെ ഒരു ചരിത്രത്തിലെ ഒരു വിപരീയമാണ്. കാസിം നസ്രുൽ എന്ന് പറയുന്നത് സെക്കുലറും കമ്മ്യൂണിസത്തോട് വലിയ രീതിയിൽ താല്പര്യം കാണിച്ചു, ഒക്ടോബർ വിപ്ലവത്തെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും സോവിയറ്റ് സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ കവിതകൾ എഴുതുകയും ചെയ്ത ആളാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്താണ് കാസിം നസ്രുലിൻ്റെ ഖബറിനടുത്ത് തന്നെ തങ്ങളുടെ മതരാഷ്ട്രവാദിയായ ഒരു നേതാവിൻ്റെ ഖബറിടമൊരുക്കുമ്പോൾ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ചരിത്രത്തെ അവരെങ്ങനെയാണ് അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്കായിട്ട് വഴിതിരിച്ചു വിടുന്നത്, ഇന്ത്യയിലെ RSSനെ പോലെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ എങ്ങനെയാണ് വഴിതിരിച്ചു വിടുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ബംഗ്ലാദേശിലെ സംഭവങ്ങൾ സാമ്രാജ്യത്വത്തിൻ്റെ അസ്ഥിരീകരണ അജണ്ടയുടെ ഭാഗമാണ്. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഇതൊക്കെ തിരിച്ചറിയണം. സർവ്വ വർഗീയവാദികളും മതരാഷ്ട്രവാദികളുമൊക്കെ സാമ്രാജ്യത്വത്തിൻ്റെ ഉൽപ്പന്നമാണ്.